നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 576 576. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 576. 66-ാം സർഗം ലീലാകാണ്ഡത്തിലെ അതിൻ്റെ ഹെഡിങ് പറയുക കുറച്ച് വലിയ പേരാ. അതായത് ഭഗവാന്റെ അന്നയാചനവും ഗോപാലന്മാർക്ക് ഉപദേശവും അതിഗഹനമായിട്ടുള്ള ഒരു കഥാതന്തുവിൽ കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ 49-ാമത്തെ ശ്ലോകം പറഞ്ഞ് നിർത്തി. വല്ലോരിൽ നിന്നും അവർ തൻ ഗുണഭാഗങ്ങൾ കാണുവാൻ ഉൾക്കാമ്പിൽ പുണ്യ സംസ്കാരം ഉളവാകണം. എത്രയും വലിയ ഒരു ഉപദേശം അത്. മറ്റുള്ളവരുടെ നന്മ കാണെങ്കിൽ നമ്മൾ സംസ്കാര സമ്പന്നന്മാരാവണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നന്മ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ നമുക്ക് സംസ്കാരം വേണം. അപ്പോൾ അടുത്ത ശ്ലോകം 50. വർണ്ണം വിദ്യ കുലം രൂപം ആശ്രമം മുതലായവ മായാസന്തരണത്തെങ്കൽ അഭക്തന്നെ ഗിടാഗുണം. ശ്രദ്ധിച്ച് കേട്ടാലേ അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. വർണ്ണം വിദ്യ കുലം രൂപം ആശ്രമം മുതലായവ മായാസന്തരണത്തിങ്കൽ അഭക്തന്നെ ഗിടാഗുണം. അഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭക്തനല്ലാത്തവൻ്റെ അർത്ഥം. ഭക്തനല്ലാത്തവന് ഗുണം ചെയ്യില്ല. എന്താ അതിനർത്ഥം? ഈ വർണ്ണം അതായത് ബ്രാഹ്മണ ചാതുർവർണ്ണ്യം, ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസം, വിദ്യ പഠിപ്പുണ്ടോ ഇല്ലയോ, കുലം ഉന്നത ജാതകുലനാണോ അല്ലയോ, രൂപം ആശ്രമം മുതലായവ മായാസന്തരണത്തിങ്കൽ മായയെ അതിജീവിക്കാൻ അഭക്തന് ഗുണം ചെയ്യില്ല. ഭക്തന് ഗുണം ചെയ്യും. ഭക്തന് ഇതൊന്നും പ്രശ്നമല്ല. ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരെയും സമമായി കാണുന്നവനാണ്. പണ്ഡിത സമദർശന ഒരു പ്രമാണം പറയും. പണ്ഡിതന്മാർ സമദർശകരാണ്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ആൾക്കാർ കാണില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിദ്യാഭ്യാസമുള്ളവരില്ല എന്നർത്ഥം. എന്ത് വിദ്യ? മായാസന്ധരണത്തിന് ഉപകരിക്കുന്ന ഭക്തിയാകുന്ന വിദ്യ ഇല്ലാത്തവൻ ആരെയും കൂട്ടാക്കില്ല എന്നർത്ഥം. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരി അർത്ഥമറിയാത്ത സ്ഥൂല സ്വഭാവത്തോടുകൂടി സ്ഥൂല സ്വരൂപമാണ് ബ്രാഹ്മണ്യത്തിൻ്റെ മുദ്ര എന്ന് വിചാരിക്കണവരൊക്കെ അടിച്ചൊട്ടിച്ചിട്ടുണ്ട്, തേച്ചൊട്ടിച്ചിട്ടുണ്ട്. അതൊന്നും ഒരാൾ പറയില്ല. കാരണം എന്താ? എല്ലാവർക്കും ഭയം. എന്തിനാണ് ഭയം? ഭയപ്പെടേണ്ട ആവശ്യമില്ല. സത്യം പറയാൻ ഇപ്പോൾ താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരി എങ്ങനെയാണ് സത്യം പറഞ്ഞത്? അതുകൊണ്ടാണ് പറഞ്ഞത് അഭക്തന്നേകിടാ ഗുണം. പിന്നെയോ തരും ചിലർ, തരില്ല എന്നും മിണ്ടില്ല ചിലർ, വല്ലതും ആക്ഷേപിക്കും തിരിപ്പിക്കും മനുഷ്യർ പല മട്ടിലാം. ഭഗവാൻ നമ്മൾക്ക് ശാശ്വതമായ ഒരു ഉപദേശം തരാണ്. ഒന്ന് കണ്ടിട്ടും പരിഭ്രമിക്കരുത്, ഒന്നുകൊണ്ടും പരിഭ്രമിക്കരുത്. കണ്ടിട്ടും കൊണ്ടിട്ടും അനുഭവിച്ചിട്ടും. എന്താ കാരണം? തരും ചിലർ അന്നം ചോദിച്ചാൽ തരും, ചിലർ തരില്ല, ചിലർ ഒന്നും മിണ്ടില്ല, തരുന്നും പറയില്ല തരില്ല എന്നും പറയില്ല. ചിലർ വല്ലതും തരും. അവിടെ എനിക്കിപ്പോൾ അതിൻ്റെ അർത്ഥം ശരിക്കും കിട്ടിയുള്ളൂ. ആദ്യം പഠിച്ചത് ഞാൻ കുഴപ്പമില്ല. പക്ഷേ ഞാനെന്താ, ചിലർ വല്ലതും ആക്ഷേപിക്കുന്നല്ല. 4 തരം എന്നാണ് പറഞ്ഞത്. ചിലർ തരും, തരില്ല,
ചിലവർ ഒന്നും മിണ്ടില്ല, ചിലർ വല്ലതും തരുന്ന. എന്നിട്ടാണ് പറഞ്ഞത് ചിലർ ആക്ഷേപിക്കും, ചിലർ തിരിപ്പിക്കും. അപ്പോൾ 6 തരം മനുഷ്യന്മാരെ പറഞ്ഞു. നമ്മുടെ ഇടയിൽ 6 തരം സ്വഭാവമുള്ളവരെ. ചിലർ തരും, ചിലർ തരില്ല, ചിലരൊന്നും മിണ്ടില്ല, ചിലർ വല്ലതും തരും, ചിലർ ആക്ഷേപിക്കും, ചിലർ തിരിപ്പിക്കും. പക്ഷേ ഈ ചിലർ എന്നുള്ളത് ഒരു സ്ഥലത്തേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് പ്രായോഗിക ശാസ്ത്രം എന്ന് പറയും എല്ലാറ്റിൻ്റെയും. അപ്പോൾ മനുഷ്യർ പല മട്ടിലാം, അത് മനസ്സിലാക്കണം. ഇപ്പോൾ 8, 10, 12 വയസ്സിൽ നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് സങ്കടമില്ല. ഇപ്പോൾ ചിലവർ സഹോദരന്മാർ തമ്മിൽ തിരിപ്പിക്കും, സഹോദരന്മാർ തമ്മിൽ ചിലവർ തരും, ചിലവർ തരില്ല. തരുന്ന ആൾക്കാർ പലിശ വാങ്ങും. ആരെ? സഹോദരങ്ങൾ. ചിലവരൊന്നും മിണ്ടില്ല, സഹായിക്കേണ്ട സമയത്ത് ഒന്നും മിണ്ടില്ല അവർ. എന്നിട്ട് ഈ സഹായം കിട്ടാത്ത കുടുംബാംഗം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്തിരുന്നുവല്ലോ, എന്തിനാ ഈ കടുങ്കൈ ചെയ്തത്? ജീവിച്ചിരിക്കുമ്പോൾ കയ്യിന് മുറിഞ്ഞ കയ്യിന് ഉപ്പ് തേക്കാത്ത ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു 8, 10, 12 വയസ്സിൽ ഞാൻ പറയുമ്പോൾ ചിലവർ ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സങ്കടപ്പെടുന്നുണ്ടാവും. സങ്കടപ്പെടണ്ട. ആരാ സങ്കടപ്പെടാന്ന് എനിക്കത് നന്നായിട്ട് അറിയാം. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? തരും ചിലർ, തരില്ല ചിലർ, ഒന്നും മിണ്ടില്ല ചിലർ വല്ലതും തരും, ചിലർ ആക്ഷേപിക്കും, ചിലർ തിരിപ്പിക്കും. ആർക്കെങ്കിലും തരണമെന്ന് തോന്നി നാളെ മറ്റന്നാൾ വരും കേട്ടോ എന്ന് പറഞ്ഞ് ഇയാളത് വിചാരിച്ചിരിക്കുമ്പോഴാവും ചിലരെ തിരിപ്പിക്കും. മനുഷ്യർ പല മട്ടിലാം, അതൊക്കെയും ഒരേ മട്ടിൽ കാൺമതാം മാന്യലക്ഷണം. ഈ 6 ആൾക്കാരെയും ഒരേപോലെ കാണാം. കാരണം എന്താ? എൻ്റെ പോരാത്ത സമയമാണ് അവർ തരാതെ കണ്ടിരുന്നത്, ഒന്നും മിണ്ടാതെ കണ്ടിരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ യോഗ്യനാവും, അല്ലെങ്കിൽ ഞാൻ മുട്ടാളാവും. മുട്ടാൾ എന്നുള്ളതൊരു തമിഴ് പ്രയോഗം. മുട്ടാൾ, മൂഢൻ എന്നർത്ഥം മലയാളത്തിൽ. അതൊക്കെയും ഒരേ മട്ടിൽ കാൺമതാം മാന്യലക്ഷണം. അപ്പോൾ ഈ 6 ദോഷവും കണ്ടിട്ട് നഷ്ടം വന്നിരുന്നാൽ നമ്മൾ മുട്ടാളാവും. മാന്യലക്ഷണം എന്താ? നാരായണ 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 നാരായണ. 6 ആളോടും നാരായണ 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 നാരായണ. നാരായണൻ ആരെങ്കിലും കൊണ്ടു നിർത്തിയിട്ടുണ്ടാവും. ആ വിശ്വാസം ഉണ്ടാവണം. അവരെപ്പറ്റി നിന്ദിച്ചു ശീലിക്കായ ഒരു മട്ടിലും. ഇത് എൻ്റെ വാക്കല്ല, ഗോഡ്സ് ഓൺ വേർഡ്സ്. ഗോഡ്സ് ഓൺ കൺട്രി എന്നല്ല ഇവിടെ പറഞ്ഞത്, ഗോഡ്സ് ഓൺ വേർഡ്സ്. ഈ പറഞ്ഞത് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ എനിക്ക് വിശ്വാസം, നിങ്ങൾക്കും വിശ്വാസം ഉണ്ടാവണം. എപ്പോൾ? കുട്ടിക്കാലത്ത് 8, 10, 12 വയസ്സിൽ. അതിന് ശേഷമാണ് നമ്മളിത് മനസ്സിലാക്കിയത് വെച്ചാൽ നമ്മൾ ദുഃഖിച്ചിട്ടുണ്ടാവും പലപ്പോഴും. 8, 10, 12 വയസ്സിൽ ഈ ഒരു പാരാമീറ്റർ നമ്മൾ പഠിച്ച് നിർനിമേഷനായിട്ട്, അതായത് ആരോടും ഉടക്കാതെ കണ്ട്, ആർക്കും ഫേവറും അല്ല ആർക്കും ഫോറും അല്ല, ഭഗവാനെ പോലെ സാക്ഷിയായിട്ട് ഇരിക്കാൻ നമ്മൾ ശ്രമിച്ചു. നമുക്കുണ്ടോ? നമുക്ക് ചെയ്യാം. അത് ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യണ്ട. എൻ്റെ കടമയാണ്, എൻ്റെ കടപ്പാടാണ് എന്ന് വിചാരിച്ച് ചെയ്തു നോക്കൂ, സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെ പറ്റി നിന്നേച്ചു ശീലിക്കായി ഒരു മട്ടിലും ആത്മാവ് ഒട്ടു വളർന്നീടിൽ നിസ്സാരമായ അവയൊക്കെയും കാട്ടാനയുടെ മുമ്പാകെ കൊതുകിൻ മൂളൽ പോലവേ. അപ്പോൾ കുട്ടിക്കാലത്ത് ഈ പാരാമീറ്റേഴ്സൊക്കെ മനസ്സിലാക്കിയാൽ ആനയുടെ മുമ്പിൽ കൊതുക് മൂളിയിട്ട് വല്ല കാര്യമുണ്ടോ? ചോദിച്ചതിന് സമാനം പറഞ്ഞു. ആനയുടെ മുമ്പിൽ കൊതു മൂളിയിട്ട് യാതൊരു കാര്യമില്ല. കാട്ടാനയുടെ മുമ്പാകെ കൊതുകിൻ മൂളൽ പോലവേ. ഇനിയൊക്കെ ഒരു 4 ശ്ലോകം ഗംഭീരമായിട്ട് എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. സ്മിതപൂർവകം അന്യൻ്റെ നിന്ദാവാക്യം പൊറുക്കുകിൽ. സ്മിതപൂർവകം
മന്ദസ്മിതത്തോടുകൂടി അന്യൻ്റെ നിന്ദാവാക്കുകളെ പൊറുക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ അത് ആദ്യത്തെ പുരോഗമന പാഠമാം. നിങ്ങളെന്തിനാ MBAക്ക് പോകുന്നത്? MBAക്ക് പോകണ്ട. നിങ്ങൾ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചാൽ മതി. ഭഗവാന്റെ ഉപദേശങ്ങൾ നിങ്ങൾ പഠിച്ചാൽ MBAയും പിന്നെ ബിസിനസ് മാനേജ്മെൻറ്റ്, മാസ്റ്റർ ഓഫ് ഫിലോസഫി ഒക്കെ ആവും. ഇപ്പം എന്നോട് ചിലവർ ചോദിക്കും കാലടിയിലാണോ പഠിച്ചത് ചോദിക്കും. അവർ ചോദിക്കണത് കാലടി കോളേജിലാണോ സംസ്കൃത വിദ്യാപീഠത്തിലാണോ പഠിച്ചത്. ഞാൻ നുണ പറയില്ല. അപ്പം ഞാൻ എന്ത് പറയും? ഞാൻ കാലടിയിലാണ്, ഞാൻ ഇപ്പോഴും കാലടി തന്നെ. അപ്പോൾ അവർ വിചാരിക്കും ഇപ്പോഴും സർവീസ് ചെയ്യുന്നുണ്ടോ, ഭാഗ്യവാൻ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ പറയണത് ഞാൻ ഭഗവാന്റെ കാലടിയിലെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അവിടുന്ന് മാറാനുള്ള താല്പര്യമില്ല. ഞാൻ എല്ലാവരോടും താണ് വീണ് കേണ് ജീവിച്ച് പോവുക. ആർക്കും ഒരു അപ്രിയം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ എല്ലാവരും ബുദ്ധിയില്ലാത്തവണ്ണം വിളിക്കും. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ സ്മിതപൂർവകം അന്യൻ്റെ നിന്ദാവാക്യം പൊറുക്കെങ്കിൽ ജീവിതത്തിൽ അത് ആദ്യത്തെ പുരോഗമന പാഠമാം. ആരെയും ശത്രുഭാവത്തിൽ ഓർക്കായിക. ആരെയും ശത്രുഭാവത്തിൽ ഓർക്കണ്ട. എന്നാലോ ചളി കണ്ടാൽ മാറി നടക്കാൻ പഠിക്കും വേണം. ചളി കണ്ടാൽ മാറി. ഇപ്പോൾ പണ്ടൊന്നും ഈ പഞ്ചായത്ത് റോഡുകൾ ഈ പ്രൈം മിനിസ്റ്ററുടെ എന്താ പറയുക, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കലാണല്ലോ. അതാത് വാർഡുകളിൽ 10-20 ആൾക്ക് പ്രവൃത്തി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ സമയം വേസ്റ്റ് ചെയ്യണം. അത് സാരമില്ല, പോട്ടെ. അപ്പോൾ നമ്മളെന്താ, ആരെയും ശത്രുഭാവത്തിൽ ഓർക്കായിക. അവരിലൊക്കെയും ആത്മാവിൻ്റെ പല ഭാവം കാണിൽ എന്തൊരു സൗഖ്യമാം. ഭഗവാൻ തന്നെ ആമയായും മത്സ്യമായും നരസിംഹമായും ബലരാമനായും ശ്രീരാമനായും ശ്രീകൃഷ്ണനായും നരസിംഹമായിട്ടും ഒക്കെ അവതാരം ചെയ്തിട്ടില്ലേ? അതിലേതെങ്കിലും ഒന്ന് മെച്ചാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതാത് അവതാരം അതാത് സമയത്ത് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരെയും ഒരേപോലെ കാണുക. എല്ലാവരും ഒരേ ആത്മാവിൻ്റെ പല ഭാവത്തിലുള്ളവരാന്ന് വിചാരിച്ചാൽ മതി. തരും ചിലർ ആത്മാവിൻ്റെ ഒരു ഭാവം, തരില്ല ചിലർ അത് ആത്മാവിൻ്റെ ഒരു നെഗറ്റീവ് ഫോം. ഒന്നും മിണ്ടില്ല, അത് ഒരു പക്ഷത്തിലേക്ക് വല്ലാണ്ട് ന്യൂട്രൽ ആയിട്ടുള്ളത്. ഈ ഗിയർ മാറ്റുമ്പോൾ ഉണ്ടല്ലോ, ന്യൂട്രൽ ഗിയറിൽ വച്ചാൽ അപ്പോൾ കാല് ബ്രേക്കിലുണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് മുട്ടും. പിന്നെ ചിലർ വല്ലതും തരും, അത് സന്തോഷിക്കുക. ആക്ഷേപിക്കും, അപ്പോൾ സന്തോഷിക്കുക. എന്താ ആക്ഷേപിച്ചാലാണ് നമ്മൾ പുരോഗമിക്കുക. വേറൊരാൾ നമ്മളെ ആക്ഷേപിക്കുമ്പോൾ നമ്മൾ പുരോഗമിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ തിരിപ്പിക്കുന്നവരെ കണ്ടൊന്ന് ചിരിക്കണം, ജാസ്തി ചിരിക്കണം, വെളുക്ക ചിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മനുഷ്യർ പല തരത്തിലായാലും നമ്മൾക്ക് ബാധകമാവാതെ കണ്ട് ഈശ്വരൻ്റെ പ്രൊട്ടക്ഷനിൽ നമുക്ക് ജീവിച്ചു പോവാം. അപ്പോൾ ആരെയും ശത്രുഭാവത്തിൽ ഓർക്കായിക. അവരിലൊക്കെയും ആത്മാവിൻ്റെ പല ഭാവം കാണിൽ എന്തൊരു സൗഖ്യമം. വികാരഹേതുക്കളിലും കലങ്ങിടാതെ മാനസം. വികാരം കൊണ്ട് തുള്ളിച്ചാടുന്നവരെ അല്ലെങ്കിൽ തുറിച്ചു നോക്കുന്നവരെ കണ്ടാലും കലങ്ങിടാത്ത മാനസം പ്രസന്നതയിൽ വെച്ചിടാൻ കഴിവോ നാം മഹാശയൻ. ഏതേത് പ്രതികൂല സാഹചര്യത്തെയും മനസ്സിൻ്റെ പതറിച്ചയില്ലാണ്ട് സ്ഥിതപ്രജ്ഞ എന്ന നിലയിൽ ജീവിക്കണവരൊക്കെ കേമന്മാരാണെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. മഹാശയൻ തന്നെ പറഞ്ഞു, മൂഢന്മാർ തൻ ബഹുമതിയാണോ ചൊൽവിൻ കിടാങ്ങളെ. ഭഗവാൻ വിളിക്കുകയാണ് തൻ്റെ സതീർത്ഥരെ. കുട്ടികളെ, ഞാനൊരു കാര്യം ചോദിക്കണ്ടേ? മൂഢന്മാരുടെ ബഹുമതിയാണോ നിങ്ങൾക്ക് ആവശ്യം? അല്ല. ചോദ്യത്തിന് ഉത്തരമുണ്ട്. നന്മയാലുളവാകേണ്ട ആത്മസംതൃപ്തിയല്ലയോ, അത് അവരവരുടെ കയ്യിലാണ്. ഞാൻ മിസ്റ്റർ ക്ലീൻ ആണെന്ന് വേറൊരാൾ പറയല്ല വേണ്ടത്.
ഞാൻ മിസ്റ്റർ ക്ലീൻ ആണെന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആർക്കും കടമയും കടപ്പാടും ചെയ്യാൻ വൈഷമ്യം കാട്ടിയിട്ടില്ല എന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ചൊല്ലുവിൻ ഗിണങ്ങളെ നന്മയാലുളവാകേണ്ടത് ആത്മസംതൃപ്തിയല്ലയോ. നമ്മെപ്പറ്റി അവർക്കേതും അറിയാത്തതിൽ വല്ലതും തെറ്റുണ്ടോ ചൊല്ലുവിൻ നിങ്ങൾ വെറുക്കരുതൊരാളെയും. നമ്മെപ്പറ്റി അവർക്കേതും അറിയാത്തതിൽ വല്ലതും തെറ്റുണ്ടോ ചൊല്ലുവിൻ നിങ്ങൾ വെറുക്കരുതൊരാളെയും. അതായത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ആര് നെഗറ്റീവായിട്ട് നമ്മളോട് പെരുമാറിയാലും നമ്മൾ എന്ത് ചെയ്യരുത്? ഒരാളെയും വെറുക്കാതെ കൊണ്ട് നാരായണ നാരായണ എന്ന് സദാസമയം ജപിച്ചിരുന്നാൽ നമുക്ക് വെറുപ്പ് തോന്നില്ല. കാരണം എന്താ? ഈ തഥാതൻ നമ്മുടെ ഉച്ചയിലിരിക്കുന്ന ആൾ തഥാസ്തു എന്ന് പറയും. നാരായണ 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 എന്ന് ജപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നാരായണൻ്റെ ഗുണഗണങ്ങൾ നമ്മൾക്ക് അണക്കെട്ട് പൊട്ടിയാൽ പ്രവഹിക്കുന്ന വെള്ളം പോലെ ഫോഴ്സായിട്ട് നമ്മളെ ബാധിക്കും. അതാണ് നമുക്ക് ആവശ്യം. മനസ്സിലായില്ലേ? എന്നിട്ടോ അവർ തൻ പത്നിമാരെ കണ്ട് ഇത്രമാത്രം മുരയ്ക്കുവിൻ, രാമനും കൃഷ്ണനും വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അറിഞ്ഞിടാം. നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള വൈക്ലഭ്യങ്ങൾ വൈഷമ്യങ്ങളെ കണ്ട് മാറ്റിവെച്ച് അവരെ ഈ ബ്രാഹ്മണരെ കുറ്റക്കാരായി കാണാതെ കണ്ട് പിൻഭാഗത്ത് പോയിട്ട് ബ്രാഹ്മണ പത്നിമാരോട് പറയൂ, രാമനും കൃഷ്ണനും വന്നിട്ടുണ്ട് എന്ന് അപ്പോൾ അറിഞ്ഞിടാം. എന്താ ഭഗവാന് ഇത്ര തീർപ്പ്? ബ്രാഹ്മണർ തോറ്റുപോയ സ്ഥലത്ത് ബ്രാഹ്മണ സ്ത്രീകൾ ഉയർന്ന സംസ്കാരത്തിൻ്റെ ആൾക്കാരെന്ന് അവർക്കറിയാം. കാരണം ഈ ഭക്തി പ്രസ്ഥാനത്തിൽ പുരുഷന്മാരെക്കാൾ മുന്നിൽ നിൽക്കുന്നതാരാ? സ്ത്രീകളാണ്. ഏത് സപ്താഹത്തിനും എവിടെയും സ്ത്രീകളാണ് ഉണ്ടാവുക. 100 സ്ത്രീകളുണ്ടെങ്കിൽ 10 ആളെങ്കിലും ആത്മീയ സംതൃപ്തിക്ക് വേണ്ടി ഭാഗവതം കേൾക്കാൻ വരുന്ന ആൾക്കാരായിരിക്കും. ആ 10 ആൾക്കാർ ബാക്കിയുള്ള 90 ആൾക്കാരെക്കാട്ടിലും ഗുണം കൂടിയിട്ടുള്ളവരാണ്. ആൾക്കാർ ജാസ്തി ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ എനിക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു വിഷമവുമില്ല. എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്താ? എനിക്ക് ഇത്ര മിനിറ്റ് ഓരോ എപ്പിസോഡും പറയാൻ സാധിച്ചു. ബസ് അതിലെനിക്ക് കണ്ടൻമെൻ്റ് ഉണ്ട്. എൻ്റെ മകൻ ഇടയ്ക്ക് എന്നെ ഒന്ന് പിരികേറ്റാച്ചാൽ നല്ല നിലയിൽ കേട്ടോ. എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുന്നുണ്ടെന്ന് വിചാരിച്ചാൽ അവൻ പറയും, അച്ഛാ ഒരു 10 വിളക്ക് ജാസ്തി വയ്ക്കൂ. എന്താ 10 വിളക്ക്? അതായത് ചെരാത്. ഞാൻ ഈ വീട്ടിലെ ഒരു പാമ്പങ്കാവുണ്ട്. ആ പാമ്പങ്കാവ് ഞാനൊരു നാഗക്ഷേത്രമാക്കി സങ്കല്പം കൊണ്ട് വലുതാക്കി, റൂഫൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൽ 123 ചെരാത്, നല്ല ചെരാതുകൾ, ഗംഭീരൻ മുട്ടൻ ചെരാതുകൾ, വാർത്ത ചെരാതുകളൊക്കെ ഫിറ്റ് ചെയ്ത് ആയില്യത്തിനും കുട്ടികളെ അടപ്പറഞ്ഞാലുള്ള, പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കേട്ടോ. വർഷക്കാലത്ത് മഴയുണ്ടെങ്കിൽ വെറുതെ എണ്ണ വേസ്റ്റാക്കി ഇടുക കാര്യമില്ലല്ലോ. അപ്പോൾ അവൻ പറയും എക്സ്ട്രാ ചെരാതുണ്ടല്ലോ. കാരണം ഞാനൊരു 100-150 ചെരാത് വാങ്ങി വെച്ചിട്ടുണ്ട് വീട്ടിൽ. ഈ കുറച്ചൊരു ബ്രാഹ്മണിക്കൽ സംസ്കാരമുള്ളത് കാരണം ദീപാവലിക്ക് വിളക്ക് വെക്കണം എന്നേക്കാൾ നിർബന്ധം എൻ്റെ ഭാര്യയ്ക്ക്. അപ്പോൾ അതൊക്കെ എടുത്ത് ഉപയോഗിച്ചുകൂടെ അച്ഛനെ? ഒരു 10 ധാരാളം വയ്ക്കൂ. അപ്പോൾ ഇത് കേട്ടിട്ട് ഇപ്പോൾ അടുത്ത് എൻ്റെ മോളും മോനും വന്നു പോയി. അപ്പോൾ മോൾക്ക് ഒക്ടോബർ മാസത്തിലാണ് ഇൻക്രിമെൻറ്റ്. അപ്പോൾ ഈ ഗൾഫിലൊക്കെ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ പട്ടീനെ പോലെ പണിയെടുക്കണം. പാസ്പോർട്ട് അവരുടെ ഏതാവുമല്ലോ. അപ്പോൾ ഇൻക്രിമെൻ്റ് ഒന്നും ശരിക്കും കൊടുക്കില്ല അവർ. പക്ഷേ മാനേജീരിയൽ സ്റ്റാഫിന് അവർ ഒന്ന് ഇടങ്കോൽ ഇടുന്ന് മനസ്സിലാക്കി അവർ എന്തെങ്കിലും ചെയ്യും. അത് സ്വഭാവമാണ്. ഈ ബിസിനസ്സിലും പല നേക്കുണ്ട്. അപ്പോൾ അവൾ പറയണു, അവളും PhD ആണ്. മോന് അസിസ്റ്റന്റ് പ്രൊഫസറായി ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഡെൻമാർക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഇവള് അനിയനോട് പറയാണ്, കണ്ണാ ഞാനൊരു 6-7 പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്നോവേഷൻ. അത് മുതലാളി കാണിച്ചിട്ട് പറയും ഇത് മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ അവർ
മാർക്കറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതിന്ന് പ്രോഫിറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറുതായിട്ടൊരു മെച്ചം നമുക്ക് തരേണ്ടതല്ലേ. ഐ വിൽ ബി ഫോഴ്സ്ഡ് ദി എം ടി ടു ഡു ലൈക്ക് ദാറ്റ് അവൾ പറഞ്ഞത്. അപ്പോൾ എന്നോട് പറയാം, അച്ഛാ മറ്റോ 4 വിളക്കെന്നല്ലേ പറഞ്ഞത്, അച്ഛൻ ഒരു 10 വിളക്ക് കൂടി ജാസ്തി വയ്ക്കുമോ, അവർക്ക് എന്താ നഷ്ടം. സോ ഞാനത് ആ വിറ്റിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് എന്തിനാ, അങ്ങനെ നർമ്മത്തിലെടുത്താൽ ഏത് സാഹചര്യത്തിനും നമുക്ക് ഫേവറബിളാക്കി കൊണ്ടുവരാം. അല്ല നമ്മൾ എന്താ പറയുക, കോഴിമുട്ട കച്ചവടം എപ്പോഴും ലാഭത്തിനേക്കാൾ നഷ്ടം ഉണ്ടാവുക. കാരണം എന്താ, ചിലപ്പോൾ കയ്യിൽ നിന്ന് വീട പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ദുഃഖിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതേപോലെയാണ് ജീവിതം. ഓരോ ദിവസം ലാഭനഷ്ടങ്ങൾ നോക്കുമ്പോൾ നഷ്ടവും ജാസ്തി ഉണ്ടാവുക. ചിരിക്കാൻ പഠിക്കണം. നഷ്ടം വരുമ്പോൾ കച്ചവടം നിർത്തരുത്. കച്ചവടം നടത്തിയാൽ ജീവിത സന്ധാരണം നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ. ഇത് ഞാൻ നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇതാണ് സത്യം. പക്ഷേയോ അപ്പോൾ മൂടൻ അപ്പോൾ പറഞ്ഞു, നമ്മെപ്പറ്റി അവർക്കേതും അറിയാത്തതിൽ വല്ലതും തെറ്റുണ്ടോ. ഞാൻ കൃഷ്ണനാണ്, എൻ്റെ ഏട്ടൻ ബലരാമനാണ് എന്നത് അവർ മനസ്സിലാക്കിയിട്ടില്ലല്ലോ കിടാങ്ങളെ. എന്നാൽ പെണ്ണുങ്ങൾക്കറിയും. കാരണം എന്താ, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടുതൽ അറിയാരാ സ്ത്രീകളാണ്. അപ്പോൾ ഈ നന്ദഗോപരുടെ മക്കളായിട്ടുള്ള ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളെപ്പറ്റി എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് ബ്രാഹ്മണ സ്ത്രീകൾക്കറിയാം. അവർക്കും അവരുടെ ഭർത്താക്കന്മാർക്കുമുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിക്കോളുന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, തെറ്റുണ്ടോ ചൊല്ലുവിൻ നിങ്ങൾ വെറുക്കരുതൊരാളെയും, അവർ തൻ പത്നിമാരെ കണ്ട് ഇത്രമാത്രം ഉരയ്ക്കുവിൻ, രാമനും കൃഷ്ണനും വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അറിഞ്ഞിടാം, ഭക്തി തന്മേന്മയും യാഗയോഗാദികളുടെ താഴ്മയും. ഇപ്പോൾ പ്രവേശയോ, ഭക്തിയില്ലാതെ കണ്ട് യാഗയോഗാദിയുടെ താഴ്മ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അധപ്പതനം. താഴ്മ എന്ന് അങ്ങനെ പറയാം. ഭക്തിയുടെ മേന്മ. ഈ ഭക്തിയുടെ മേന്മ കൊണ്ടാണ് പല കഥകളിലും ഭഗവാൻ പലവരേനും അനുഗ്രഹിച്ചിരുന്നത് ഭക്തിയുടെ മാഹാത്മ്യത്തിനാണ്. കുചേലൻ യജ്ഞങ്ങളും യാഗങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ കുചേലൻ്റെ ഭക്തി, അതേമാതിരി രാമായണത്തിലെ ജടായുവിൻ്റെ ഭക്തി, പിന്നെ ഒരു ഭക്തിയും കൂടി അത് എനിക്ക് പ്രഭാഷണം ഹരിദാസ് അത്ര ശ്രദ്ധിച്ചില്ല തോന്നുന്നുണ്ട്. ഈ കാട്ടുപഴങ്ങൾ കടിച്ച് ശ്രീരാമന് കൊടുത്ത ഒരാൾ അവൻ ശ്രദ്ധിച്ചില്ല പാവം. അല്ലെങ്കിൽ അവനോട് പറയേണ്ടതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഭക്തി തന്മേന്മയും യാഗയോഗാദിയുടെ താഴ്മയും, അതാണ് ഈ എന്താ പറയുക. ഞാനിപ്പോൾ പേരെടുത്ത് പറഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് ചില സങ്കടം വേണം. ആ പേരെടുത്ത് പറയാം. ഈ 590 റുപ്യയ്ക്ക് ഈ സോമലത പിടിച്ച് പിടിഞ്ഞ് യാഗം ചെയ്തതിൻ്റെ ബാക്കിയുള്ളതിലെ വെള്ളം ചേർത്തിട്ടത് വേണമെങ്കിൽ പറയാം അല്ലേ. കുട്ടികൾ ഇല്ലാത്തവർക്ക് അത് കഴിച്ചാൽ കുട്ടികളുണ്ടാവും എന്നൊക്കെ നല്ല പിന്നെന്താ പറയുക പരസ്യം. അതേമാതിരി മഷിനോട്ടം പരസ്യം. അവർ കാശൊക്കെ കുറേ ചിലവാക്കും. എന്തിനു വേണ്ടിയിട്ട്? പഞ്ചവാദ്യത്തിനും അഞ്ചാന എഴുന്നള്ളിക്കലും പന്തീരായിരം എറിയാനും ഒക്കെ കാശ് ചിലവാക്കും. പക്ഷേ അതിൻ്റെ ഇരട്ടി അവർക്ക് വരുമാനം വരും പരസ്യത്തിൽ. മനസ്സിലായില്ലേ? കുബേരയാഗം അങ്ങനെയൊക്കെ. അപ്പോൾ ഈ കുബേരയാഗമൊക്കെ നടത്തുന്ന ആൾക്കാർ ഈ ഭാഗവതം ശരിക്കും പഠിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അവർ സപ്താഹം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭക്തി തന്മേന്മയും യാഗയോഗാദിയുടെ താഴ്മയും, മടിക്കായ്വിൻ നിങ്ങളൊന്നുകൂടിയും വെയിൽ കൊള്ളുവിൻ. ആ പറയുന്ന രീതിക്കുള്ളൊരു വെയിറ്റ് നോക്കൂ. ഏതായാലും നിങ്ങൾ ആദ്യം ഒരു എരിപൊരി വെയിലത്ത് നിന്ന് പോയി വന്നു. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഭക്തിയുടെ മേന്മ അറിയാൻ വേണ്ടി നിങ്ങൾ ഒന്നുകൂടി പോയി വരും.
കിടാങ്ങൾ വീണ്ടും ഭഗവാന്റെ വാക്കാൽ ഉത്സാഹമുൾത്തിങ്ങി. ഇവിടെയാണ് അണികളും നേതാക്കന്മാരും കൂട്ടുള്ള വ്യത്യാസം. ഭഗവാൻ ഇവിടെ രണ്ടാളാണ് നേതാവ്. ആരാ? ഒന്ന് ബലരാമനും ഒന്ന് ശ്രീകൃഷ്ണനും. ബാക്കിയുള്ളതൊക്കെ സതീർത്ഥന്മാരാണ്. നേരെ മറിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലോ എല്ലാവരും കേമന്മാരാണ്. അവർ വർപ്പിക്കും തലപ്പത്തുള്ളവരെ അങ്ങനെ. അപ്പോൾ ഇവിടെ പറഞ്ഞു കിടാങ്ങൾ വീണ്ടും ഭഗവാന്റെ വാക്കാൽ ഉത്സാഹമുൾത്തിങ്ങി നടന്നു വേഗം അന്തപുരത്തിൻ്റെ വടക്കുമുറ്റത്തണഞ്ഞു നിന്നാർ തൊഴുകയ്യുമേന്തി. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശിനി ലീലാകാണ്ഡേ ഷഷ്ഠീതമസർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അത് കഴിഞ്ഞ് 67-ാം സർഗം വരുന്നു. എന്താ? വൃപ്രപത്നി അനുഗ്രഹലീല. ബ്രാഹ്മണ സ്ത്രീകളെ അനുഗ്രഹിക്കുന്ന ഭഗവാന്റെ ലീല. എന്താ? 1-ാം ശ്ലോകം പറയാം. വാർക്കുന്തലിൽ മയിൽ പീലി വെൺഗോപി കുറി നെറ്റിയിൽ മഞ്ഞപ്പൂമ്പട്ട് അരയിൽ ആമട്ടെഴും ഗോപബാലരേ. വാർക്കൂന്തലിൽ തലമുടിയൊക്കെ പിടിച്ച് മേപ്പിട്ട് കെട്ടിയിട്ടുണ്ട്. ആരെ? ഗോപന്മാർ. അവരും പീലി ചൂടിയിട്ടുണ്ട്. ഭഗവാനെ അമിതമായി സ്നേഹിക്കുന്നവർക്കൊക്കെ തൻ്റെ രൂപം കൊടുക്കുന്ന. അപ്പോൾ വാർക്കൂന്തലിൽ മയിൽ പീലി വെൺഗോപിക്കുറി നെറ്റിയിൽ വെളുത്ത പൊട്ട് ഗോപിക്കുറിയാണ്. അരയിൽ ഈ മട്ടെഴും ഗോപബാലരെ കണ്ടു കൗതുകമുൾ തിങ്ങും വിപ്രപത്നികൾ മെല്ലവേ ചോദിച്ചു നിങ്ങളെല്ലാവരും എങ്ങുള്ളോരാം കിടാങ്ങളെ. ഞങ്ങളുടെ കുട്ടികളൊന്നും ഇങ്ങനെയല്ല, നിങ്ങളെന്തോ ഒരു പ്രത്യേക ഗ്രൂപ്പുകാരാണല്ലോ. ആരാ നിങ്ങൾ? എങ്ങനെ ചോദിച്ചത്? മെല്ലെ ചോദിച്ചു എന്നാ. കണ്ടു കൗതുകമുൾ തിങ്ങും വിപ്രപത്നികൾ മെല്ലവേ ചോദിച്ചു നിങ്ങളെല്ലാവരും എങ്ങുള്ളോരാം കിടാങ്ങളെ. വെയിൽ കൊള്ളേണ്ട കോലായിൽ വന്നിരിക്കുവിനെ വരും. അല്ലേ? മറ്റവരെ സ്വാഗതം ചെയ്തില്ല. വെയിലത്ത് നിന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ പ്രഭു ഞങ്ങൾ ഇന്ന വരാന്നൊക്കെ പറഞ്ഞു എന്നല്ലാണ്ട് ഇവരങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങളെന്താ അവിടെ നിൽക്കണത്? എന്നിട്ട് കയറിയിരിക്കും. വെയിൽ കൊള്ളേണ്ട കോലായിൽ വന്നിരിക്കുവിനെ വരും. ദാഹിക്കിൽ ഇളനീരുണ്ട് കുടിപ്പാൻ കൊണ്ടുവന്നിടാം. മോരും വെള്ളമുണ്ടെന്നല്ല പറഞ്ഞത്. എന്താ വേണ്ടെന്ന് പറഞ്ഞത്? ദാഹിക്കിൽ ഇളനീരുണ്ട് കുടിപ്പാൻ കൊണ്ടുവന്നിടാം. അമൃത ചൊല്ലുകേട്ട്. അവർക്ക് അമൃത് കിട്ടിയോ? ഇല്ല. വാക്ക് അമൃതമായാൽ മതി എന്നാ നമുക്ക് കുളിരണിയും. കടം ചോദിക്കാൻ പോണവന് കാശ് കിട്ടിയില്ലെങ്കിലും തരാം എന്നൊരാൾ പറഞ്ഞാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതായത് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞില്ലേ കൂടുതൽ മനസ്സിലായില്ലേ? ഇമോഷൻസ് അതിനെ ആർക്കും നിർത്താൻ പറ്റില്ല. അങ്ങനെയാണത്. അപ്പോൾ വെയിൽ കൊള്ളേണ്ട കോല ആയിൽ വന്നിരിക്കുവനെ വരും. ദാഹിക്കിൽ ഇളനീരുണ്ട് കുടിപ്പാൻ കൊണ്ടുവന്നിടാം. അമൃത ചൊല്ലു കേട്ട് അമ്പാർന്ന് അവരേവരും എത്രയും അകതാരിൽ ഒതുങ്ങാത്ത സന്തോഷം അലതല്ലവേ. ഇതാണ് ഈ ഒരു സന്തോഷം നമ്മൾ എന്നും കീപ്പപ്പ് ചെയ്യണം. ഈ വിപ്രപത്നികളെ ഭഗവാൻ അനുഗ്രഹിച്ചത് വായിച്ചാൽ തന്നെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവാതെയിരിക്കില്ല. അപ്പോൾ അമൃത ചൊല്ലു കേട്ട അമ്പാർന്നവരും എത്രയും അകതാരിൽ ഒതുങ്ങാത്ത സന്തോഷം മലതല്ലവേ. തൊഴുതും കൊണ്ടുരച്ചാർ ആ സതിമാരോടുമെല്ലവേ. വൃന്ദാവനത്തിങ്കൽ നിന്ന് വന്നോ വരുന്നോരെ ഞങ്ങളൊക്കെയും. വൃന്ദാവനത്തിൽ നിന്നാണ് വരുന്നത് ഞങ്ങളെല്ലാവരും. കുറച്ചുകൂടി ആൾക്കാരുണ്ട്, കേവന്മാരവിടെ നിൽക്കലുണ്ട്. അപ്പോൾ തൊഴുതും കൊണ്ടുരച്ചാർ ആ സതിമാരോട്. അതായത് സതിമാരെന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരുടെ ചൊല്ല് വേദവാക്യമായി കരുതുന്നവരെ അർത്ഥം പറയണം. സതിമാരോടുമെല്ലവേ വൃന്ദാവനത്തിങ്കൽ നിന്ന് വരുന്നോർ ഞങ്ങളൊക്കെയും. രാമനും കൃഷ്ണനും പൈക്കൾ മേച്ചുകൊണ്ട് അങ്ങു നിൽക്കയാം. വിശന്നുകൊണ്ട് വീട്ടിൽ പോയി കൊണ്ടുവന്നിടുവാൻ പണി. ഞങ്ങൾ കുറച്ച് ദൂരം ജാസ്തി വന്നു, അതുകൊണ്ട് ഇനി തിരിച്ചു പോകാൻ പറ്റില്ല.
അതുകൊണ്ട് വിശന്നുകൊണ്ട് വീട്ടിൽ പോയി കൊണ്ടുവന്നിടുവാൻ പണി. ഇത് ഞാൻ ഇന്നലെ ഭഗവാൻ എൻ്റെ വായയിൽ തിരികെ തന്നു ഈ വാക്കുകൾ. പക്ഷേ ഇന്ന് എനിക്കത് കിട്ടിയുള്ളൂ, എനിക്കായിട്ടൊന്നുമില്ല. ഭഗവാന്റെ അനുഗ്രഹാശസ്സുകൾ കൊണ്ട് ഭഗവാൻ ഇവിടെ ഇങ്ങോട്ട് കയറിയിരുന്നാൽ അത് പറയാമെന്നല്ലാണ്ട് ഇതൊന്നും എഴുതി വെച്ചിട്ട് പറയല്ലല്ലോ അല്ലേ. അപ്പോൾ പറഞ്ഞു, വിശന്നുകൊണ്ട് വീട്ടിൽ പോയി കൊണ്ടുവന്നിടുവാൻ പണി. അകലത്താകയാൽ ചോറുണ്ടെങ്കിൽ ഞങ്ങൾക്കുമേകണം. നോക്കൂ, എന്താ പറഞ്ഞത്? അകലത്താകയാൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്, ചോറുണ്ടെങ്കിൽ ഞങ്ങൾക്കുമേകണം. മോരോ സംഭാരമോ വല്ല കറിയോ കണ്ണിമാങ്ങ. ഇന്നത് വേണമെന്ന് നിർബന്ധമില്ല. ഇനി അതിൽ സംഭാരം മോരും എന്താ വ്യത്യാസം? തൈര് കടഞ്ഞതിനെയാണ് മോരെന്ന് പറയുക. മോരിൽ വെള്ളം ഒഴിച്ചാൽ കിട്ടുന്നത് സംഭാരം ഒന്ന്, വെള്ളത്തിൽ മോരൊഴിച്ചാൽ കിട്ടുന്ന സംഭാരം ഒന്ന്. ഈ പൂരത്തിനൊക്കെ, പ്രത്യേകിച്ച് ഈ വള്ളുവനാടൻ പ്രദേശത്ത് പൂരങ്ങൾക്ക്, ഭഗവതി ക്ഷേത്രങ്ങളിൽ പൂരങ്ങൾ, വേല, താലിപ്പൊലിക്കൊക്കെ ഈ സംഭാരപ്പാർച്ച ഉണ്ടായിരുന്ന കാലമുണ്ട്. അപ്പം അത് മോരിൽ വെള്ളം ഒഴിക്കലല്ല, വെള്ളത്തിൽ മോരൊഴിക്കുക ചെയ്യുക. അത് പറഞ്ഞ അർത്ഥം മനസ്സിലായോ? 95% വെള്ളം, പക്ഷേ അതിൽ കുറച്ച് 5% മോരൊഴിച്ച് ഒരു 10-20% ഈ കറിവേപ്പിലയും വടുവപ്പുളി നാരങ്ങയുടെ ഇലയും കല്ലുപ്പും കൂടി ഇടിക്കുക, ഉരലിലിട്ട് ഇടിക്കുക. എന്നിട്ട് ഇതിലും കണ്ട് വെതറി വേണമെങ്കിൽ 2 പച്ചമുളക് കിട്ടുള്ളൂ. എൻ്റെ പൊന്നെ, ഒരു ഗ്ലാസ് കുടിച്ചാൽ ഇയാൾ കണ്ണ് ചീമ്പി കുടിക്കും. പിന്നെ ഗ്ലാസ്സിൽ നിങ്ങൾ പച്ചവെള്ളം കൊടുത്തോളൂ, അയാൾ കുടിച്ചാൽ പറയും എന്താ സ്വാദ് പറയും. കാരണം ആ ആദ്യത്തെ കപ്പെന്ന് ഞാൻ പറയില്ല, പണ്ടൊക്കെ പാള കുത്തിയതിലാണ് കൊടുക്കുക. ജീവിതത്തിൽ അനുഭവം വേണം, എന്നാലേ അതൊക്കെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ പറഞ്ഞു, രാമനും അകലത്താകയാൽ കൊണ്ടുവന്നിടുവാൻ പണി എന്ന അർത്ഥം വരാം. എന്നിട്ട് ചോറുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മേകണം, മോരോ സംഭാരമോ വല്ല കറിയോ കണ്ണിമാങ്ങയോ തന്നാൽ ഉടൻ കൊണ്ടുപോകാം, അതിനായി ഞങ്ങൾ വന്നതാം. കൃഷ്ണൻ ഇങ്ങെഴുന്നള്ളീടിൽ ഒപ്പമെല്ലാവരും വരും. കൃഷ്ണൻ എന്തുകൊണ്ടാണ് അങ്ങോട്ട് വരാത്തത്? അദ്ദേഹം അങ്ങോട്ട് എഴുന്നള്ളി എല്ലാവരും ഒപ്പം പോരും, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് കൃഷ്ണൻ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ബഹുഭൂരിപക്ഷ ആൾക്കാർ അദ്ദേഹത്തിനങ്ങനെ പൊതിഞ്ഞിരിക്കുക അവിടെ. ഞങ്ങൾ ചില ബാലന്മാർ അദ്ദേഹത്തിൻ്റെ ആജ്ഞാവർത്തികളാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു ചോദിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. അതിനാൽ മാത്രമാണ് അതാ പറഞ്ഞേ, അതിനാൽ മാത്രമാണ് ഇങ്ങോട്ടെഴുന്നള്ളാത്തത് അച്യുതൻ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? മറ്റുള്ളവരൊക്കെ എഴുന്നള്ളുക എന്നല്ല, മറ്റുള്ളവർക്ക് വരും. എഴുന്നള്ളതാരാ? ഭഗവാൻ, ഞങ്ങളുടെ പ്രഭു എഴുന്നള്ളത്തുക എന്നാണ്. അതാണ് പിന്നെ വ്യാസതൂലികയുടെ ഗരിമ. അതിനാൽ മാത്രമാണ് ഇങ്ങോട്ടെഴുന്നള്ളാത്തത് അച്യുതൻ, അങ്ങേ പുറത്തു ചോദിച്ചിട്ടൊന്നും മിണ്ടിയില ഒരുത്തരും. അവരുള്ള സത്യം പറഞ്ഞു. ഞങ്ങൾ മുൻഭാഗത്ത് പോയി ഇതേപോലെ ചോദിച്ചു, ആരൊന്നും മിണ്ടിയില്ല. വെയിലും കൊണ്ട് ഞങ്ങൾ ചെറി കളിച്ച് പോയി. അങ്ങേ പുറത്തു ചോദിച്ചിട്ടൊന്നും മിണ്ടിയിലൊരുത്തരും. സത്യല്ലേ? അതിനാൽ വീണ്ടും ഇങ്ങോട്ടേക്ക് അയച്ചാൻ കമലേക്ഷണൻ. ഞങ്ങളായിട്ട് വന്നതല്ല, വളരെ ക്ലിയറാണ് ഇവര്, ഞങ്ങളായിട്ട് വന്നതല്ല. കമലേക്ഷണൻ ഇങ്ങോട്ട് വീണ്ടും പിൻഭാഗത്ത് പോയി നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു. കൃഷ്ണൻ വൃന്ദാവനത്തിങ്കൽ വിശന്നുകൊണ്ടു നിൽക്കയാം. കേൾക്കേണ്ട താമസം വിപ്രപത്നിമാരുള്ളിലെത്രയും സങ്കടപ്പെട്ട് കണ്ണീരാർന്ന് എത്രയോ കാലം ഇങ്ങനെ. ആലോചിച്ച് നോക്കൂ, അവർക്ക് സങ്കടം പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അവരെ ആർത്തനാദം മുഴക്കി എത്ര കാലമായി ഈ കുട്ടീനൊന്ന് കാണണം വിചാരിച്ചിട്ട്. പലവരും
ഈ ബ്രാഹ്മണരൊക്കെ ദക്ഷിണയൊക്കെ ഈ നന്ദഗോപുരയിൽ നിന്ന് വാങ്ങിയിട്ട് ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. വൃന്ദാവനത്തിൽ ഇങ്ങനെ ഒരു പയ്യനുണ്ട്, മിടുക്കനാണ്, ആനയാണ്, ചേനയാണ്. പക്ഷേ അതൊന്നും ഇവിടെ വില പോയില്ല. അപ്പോൾ കേൾക്കേണ്ട താമസം വിപ്രപത്നിമാരുള്ളിൽ എത്രയും ഉള്ളിൽ മനസ്സിൽ എത്രയും സങ്കടപ്പെട്ട കണ്ണീരാർന്ന് എത്രയോ കാലം അങ്ങനെ കേട്ട് മനക്കാമ്പിൽ മിന്നും ത്രൈലോക്യനാഥനെ. ഭഗവാനെ പറ്റി അവർക്ക് നല്ല ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ ത്രൈലോക്യനാഥനായിരിക്കുന്ന ഭഗവാനെ ഉള്ളിൽ വെച്ച് അവർ ആനന്ദിക്കുന്നുണ്ട്. ഇപ്പതാ ആ ഭഗവാൻ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. അത് അറിഞ്ഞിട്ടും നമ്മുടെ പുരുഷന്മാർ എന്തുകൊണ്ട് ഉണർന്ന് അവരുടെ കടമയും കടപ്പാടും ചെയ്തില്ല എന്ന ഒരു ദുഃഖമാണ് അവരെ വല്ലാതെ കൊണ്ട് അലട്ടിയത്. അവിടേക്കു നിവേദിപ്പാനെടുത്താരവരെ വരും. അപ്പോൾ പറഞ്ഞു, സങ്കടപ്പെട്ടു കണ്ണീരാർന്ന് എത്രയോ കാലം അങ്ങനെ കേട്ടു മനക്കാമ്പിൽ മിന്നും ത്രൈലോക്യനാഥനെ കാണാമെന്നോർക്കെ തള്ളലാർന്ന് എത്രയും ക്ഷണം. ഭഗവാനെ കാണാൻ ഒരു സന്ദർഭം കിട്ടിയില്ലേ, പുറപ്പെടുക നമുക്ക് എന്ന് പറഞ്ഞ് അവിടേക്ക് നിവേദിപ്പാൻ, അവിടേക്ക് ഉണ്ണാന്നാണോ പറഞ്ഞല്ല, അവിടേക്ക് നിവേദിപ്പാൻ, നിവേദിക്കുക, സമർപ്പിക്കുക എന്നാണ്. നിവേദനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമർപ്പിക്കുക. അപ്പോൾ അവിടേക്ക് നിവേദിപ്പാനെടുത്താരവരെ വരും. ഇഞ്ചിത്തൈരിൽ ഇഞ്ചിത്തൈര്, പരിപ്പ്, കദളിപ്പഴം, ഉപസ്തരണം. ഈ ഉപസ്തരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. ഉപസ്തരണം എന്ന് പറഞ്ഞാൽ നെയ്യിനാണ് പറയുക. ഉപസ്തരിക്കുക, നെയ്യില്ലാണ്ട് നിവേദ്യമില്ല. ബ്രാഹ്മണർക്ക് നമ്മളല്ലേ കല്യാണത്തിനൊക്കെ പോയാൽ നെയ്യ് വീഴ്ത്തും, പരിപ്പും നെയ്യും. ചിലവരെ പരിപ്പിൽ നെയ്യ് ഈ സംഭാരത്തിൻ്റെ കാര്യം പറഞ്ഞ മാതിരി പരിപ്പ് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ടാവും, അതിങ്ങനെ കൂഴുമാതിരി ആയിട്ടുണ്ടാവും. അതിൽ ഈ നെയ്യിൻ്റെ സ്പൂണൊന്ന് മുക്കും, അപ്പോൾ നെയ്യും പരിപ്പായി. ചിലയിടത്ത് അങ്ങനെയല്ല, നെയ്യ് ഇങ്ങനെ നീട്ടി കമ്പി മാതിരി ഇങ്ങനെ ഒഴിക്കും. അതൊക്കെ ഒരു സ്റ്റൈലാണ്. എന്താ ചെയ്യുക? ഉപസ്തരണം. അപ്പം നെയ്യെടുത്തു. ഉപ്പേരി, ഉറത്തൈര്, പുളിക്കാത്ത ഉറത്തൈര്, കട്ടൻ തൈര് എന്നർത്ഥം, കലക്കാത്തത്. ഉറത്തൈര്, ചുക്കുവെള്ളവും പാൽപ്പായസം തുടർന്നുള്ളതെല്ലാം അത്യാദരത്തോടും, ആദരവോടുകൂടി, അത്യാദരത്തോടുകൂടി. ഒരു രാജാവിനെ എങ്ങനെ സ്വീകരിക്കണം? തലയുണ്ടാവില്ല അല്ലെങ്കിലേ. ഇവിടെ ഭഗവാൻ ദീനബന്ധുവാണ്, ആർത്തത്രാണപരായണനാണ്, വാത്സല്യനിധിയാണ്. പക്ഷെ രാജാവ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ ഉപസ്തരണവും ഉപ്പേരി, ഉറത്ത്, ചുക്കുവെള്ളവും പാൽപ്പായസം തുടർന്നുള്ളതെല്ലാം അത്യാദരത്തോടും പാത്രത്തോടെ എടുത്തും കൊണ്ട്. എന്താ അങ്ങനെ? വേറൊരു പാത്രത്തിൽ പകർന്നു കൊണ്ടുപോയില്ല. അവിടെ എത്ര ആളാണെന്ന് ഇവർക്കറിയില്ല. ഈ കുട്ടികളത് പറഞ്ഞിട്ടില്ല. ഇനി അവിടെ പോയിട്ട് ഭഗവാനായിട്ട് തികയാണ്ട് വന്നാലത്തെ സ്ഥിതി എന്താ? ഇതായിരിക്കണം നമ്മുടെ മനസ്ഥിതി. വന്നവരുടെ വിശപ്പ് അടക്കിയിട്ട് വേണം വീട്ടിലുള്ളവർ ആഹാരം കഴിക്കാൻ. എന്താ ഇതിൻ്റെയൊക്കെ ഒരു ഗരിമ! ഇന്ന് എത്രയോ ആൾക്കാർക്കുള്ള അന്നം വേസ്റ്റാക്കാണ് ബഫേ. നമ്മുടെ ഹനുമാൻ മൃതസഞ്ജീവിനെ കൊണ്ടുവരുന്ന കൂടുതലാണ്. ഓരോരുത്തർ 2 കൈ കൊണ്ട് തട്ടൊക്കെ പിടിച്ചിങ്ങനെ നടക്കും. സീറ്റ് കിട്ടിയിട്ട് വേണം ഇതൊക്കെ വിഴുങ്ങാൻ. എന്നാൽ അത്ര പിന്നെ രണ്ടാമത് എടുത്ത് വെച്ചിട്ട് അവനവൻ്റെ വയററിയാതെ കണ്ട് ഇതിനെ കൊണ്ടുപോയി തട്ടും വേസ്റ്റിൽ. ആലോചിച്ച് നോക്കൂ. വിടുവായിത്തരം എന്ന് പറഞ്ഞാൽ എന്താ? വലിയ വീമ്പളക്കും. ഒരക്ഷരം തലയിലുണ്ടാവില്ല. വിദ്യ എന്നുള്ളത് തലയിലുണ്ടാവില്ല. അതുകൊണ്ടാണ് പാത്രത്തോടെ എടുത്തും കൊണ്ട് ഒഴുകി വിപ്രപത്നിമാർ.
എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരിക്ക് ഞാൻ മുന്നേ ഒഴുകി എന്നാണ് പറഞ്ഞത്. നടന്നു എന്നർത്ഥമല്ല, ഓടിയെന്നാ. ഒഴുകുക എന്ന് പറഞ്ഞാൽ ഓടണം. അതാണ് വാക്കുകളുടെ കൗശലം, മനസ്സിലായോ? അപ്പോൾ പാത്രത്തോടെ എടുത്തും കൊണ്ടൊഴുകി വിപ്രപത്നികൾ സമുദ്രത്തിൻ്റെ നേർക്കോടും മഹാനദികൾ പോലവേ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒഴുകുക എന്ന് പറഞ്ഞാൽ എന്താ? ഓടുക അല്ലേ? സമുദ്രത്തിൻ്റെ നേർക്കോടും മഹാനദികൾ പോലവേ അയച്ചുകൊള്ളുവിൻ ചോറും മറ്റും അങ്ങോട്ടൊരിക്കലും പോകാൻ പാടില്ല, അത്രയൊന്നും ആയില്ല ഉച്ചത്തിൽ ഈ വിധം. അയച്ചുകൊള്ളുവിൻ ചോറും മറ്റും അങ്ങോട്ടൊരിക്കലും പോകാൻ പാടില്ല. ഒരു ശബ്ദം കേട്ടു. ഈ പെണ്ണുങ്ങൾ ഇത്തരം സാധനങ്ങൾക്ക് മുമ്പ് ആണുങ്ങൾ പറയാണ്, അയച്ചുകൊള്ളുവിൻ ചോറും കൊടുത്തയച്ചോളൂ, മറ്റും അങ്ങോട്ടൊരിക്കലും പോകാൻ പാടില്ല എന്ന്. അതായത് ഭഗവത് ദർശനം നിഷേധിക്കണേ. മ്ലേച്ഛന്മാർ ബ്രാഹ്മണനായി പിറന്നു, മുദ്ര പൂണോലുണ്ട്, തലയിൽ കുടുംബയൊക്കെ ഉണ്ട്, കയ്യിൽ ദർഭയുണ്ട്. എന്താ കാര്യം? അറിയേണ്ടതറിയില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ ഭാഗവതത്തിൽ മാത്രമല്ല ഇതര പുരാണങ്ങളിൽ ഇതിനൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താ പറയണത്? ബ്രാഹ്മണൻ, ക്ഷത്രിയ ബ്രാഹ്മണൻ, വൈശ്യബ്രാഹ്മണൻ, ശൂദ്രബ്രാഹ്മണൻ, മ്ലേച്ഛ ബ്രാഹ്മണൻ, ഇങ്ങനെയാണ് പറഞ്ഞത്. ഓരോരുത്തരുടെയും കയ്യിലിരിപ്പ് എന്താണ് അതിനനുസരിച്ചിട്ടാണ് ബ്രാഹ്മണൻ്റെ മുമ്പിൽ വാക്ക് ഉപയോഗിക്കുക. ആലോചിച്ച് നോക്കണം. അപ്പോൾ അയച്ചുകൊള്ളുവിൻ ചോറും മറ്റും അങ്ങോട്ടൊരിക്കലും പോകാൻ പാടില്ല, അത്രയൊന്നുമായില്ല ഉച്ചത്തിൽ ഈ വിധം. നമ്മളത് കൊണ്ടു കൊടുക്കാൻ മാത്രം ആരും ഇവിടെ വലിയവരില്ലാതാ പറഞ്ഞതിൻ്റെ താല്പര്യം. ഈ ചൊല്ല് വളരെ ഉച്ചത്തിൽ ഈ വിധം ഭർത്താവും അച്ഛനും മറ്റും തടഞ്ഞിട്ട് ഒരു ലേശവും കൂട്ടാക്കിയില്ല. ഇവിടെ അവരുടെ മനസ്സാക്ഷി എന്താ പറഞ്ഞത് അത് അവർ കേട്ടു. ഇവിടെ അച്ഛനോ ഭർത്താവോ പറഞ്ഞാൽ കേൾക്കേണ്ട ആവശ്യമില്ല. നന്മ ചെയ്യാൻ ആര് വിഘ്നം പറഞ്ഞാലും കേൾക്കരുത്. അപ്പം മാത്രം നമ്മൾക്ക് ഇൻ്റലിജൻസ് പറയാണ്ട് എങ്ങനെ എനിക്കിപ്പോൾ നിങ്ങൾക്ക് തരണം എന്നുണ്ട്, പക്ഷേ ഇവിടെയുള്ള ആട് അറിഞ്ഞാൽ എന്താ തുമ്പിയാ പോകണം, മൂക്കാണെങ്കിൽ പോട്ടെ വെക്കണം. ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വേറെ ആരുടെ അനുഗ്രഹത്തിനും പ്രസക്തിയില്ല. ഞാൻ അങ്ങനെ ഒരു സ്വഭാവം എടുത്തിട്ടുള്ള ആളാണ്. ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്യും. അതാണ് സത്യം. അപ്പോൾ കൂട്ടാക്കിയില്ല ഈശ്വരൻ ഉൾക്കാമ്പെത്തിയ ധന്യകൾ. അതാർക്കേ സാധിക്കുള്ളൂ? അവരവരുടെ ആൾക്കാർ പറഞ്ഞത് കേൾക്കാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അവർ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്തിനാ കേൾക്കണത്? അതന്നെ സത്യം. അപ്പോൾ കൂട്ടാക്കിയില്ല ഈശ്വരൻ ഉൾക്കാമ്പെത്തിയ ധന്യകൾ. ഈശ്വരൻ എല്ലാവരുടെ ഉള്ളിലും ബാലാഗ്ര ശതവാഗ്യസ്യ വിസ്തരശോ ജീവൻ ഉണ്ടെങ്കിൽ കൂടി ഇവിടെ പ്രത്യക്ഷത്തിൽ ഈശ്വരൻ അവരുടെ മനസ്സിലെത്തിയണു. അതുകൊണ്ടാണല്ലോ ഇത് എത്രയോ മുമ്പ് ഞങ്ങൾ കേട്ടിട്ട് ഞങ്ങൾക്ക് ഭഗവാനെ കാണാൻ പറ്റിയിട്ടില്ല, ഇന്നൊരു സുവർണാവസരം വന്നു, ഞങ്ങളിതാ ഓടണു എന്ന് പറഞ്ഞില്ലേ അവരെ. അതേപോലെ ദൂരത്തു നിന്നേ കണ്ടാർ കമലാക്ഷികൾ നാഥനെ. അത് നോക്കൂ, മനസ്സിൽ രൂപമുണ്ടെങ്കിൽ ദൂരെ നിന്ന് കാണാം, മനസ്സിൽ രൂപമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അതുകൊണ്ടാണ് ദൂരത്തു നിന്നേ കണ്ടാർ ആ കമലാക്ഷികൾ നാഥനെ. പീലിക്കിരീടവും ഗോപിക്കുറിയും വനമാലയും പീതാംബരവും മാർന്ന് ഏറെ വിലസും മുകിൽ വർണ്ണനെ. പളർന്നു അശോകത്തിൻ ചോട്ടിലായി. പടർന്ന് പന്തലിച്ചുള്ളോർ അശോകത്തിൻ്റെ ചോട്ടിലായി. തോഴൻ്റെ ചുമലിൽ പില്ലാങ്കുഴലേന്തി. നോക്കൂ, വളരെ ഒരു ചിത്രം വരയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് പറയുന്നത്.
ഒരു അശോകത്തിൻ്റെ ചോട്ടിൽ ഡ്രസ് കോഡൊക്കെ പറഞ്ഞു. തോഴൻ്റെ ചുമലിൽ പില്ലാങ്കുഴലേന്തി ഇടങ്കരം വെച്ച് പൊന്മോതിരം മിന്നും ബലം തൃക്കരതാതിനാൽ ചന്തണ്ടലർ പൂമൊട്ടൊന്നു മെല്ലെ മെല്ലെ ചുഴറ്റിയും. ഒരു കയ്യിൽ പില്ലാങ്കുഴലുണ്ട്, ആ കയ്യെ സതീർത്ത് ഒരു ചങ്ങാതിയുടെ തോളത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ ചെരിഞ്ഞ് നിന്നിട്ട് വേറൊരു കയ്യിൽ ഒരു താമര മുട്ട് ഇങ്ങനെ, അതിൻ്റെ വള്ളി താമരയുടെ ആ തണ്ട് കുറച്ച് വലുതാണ്. അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ വട്ടത്തിൽ കറക്കിക്കൊണ്ട്, കാരണം അവിടേക്ക് സുദർശനം എത്താറായിട്ടില്ല. അപ്പോൾ ഈ എന്താണെന്നാ പറയുക, അഭയമുദ്ര കൊടുക്കുന്ന കൈയാണുള്ളത് അല്ലേ. അപ്പോൾ അതിലൊരു താമര ചുഴറ്റിയിട്ട് അപ്പോൾ പറഞ്ഞു, തോഴൻ്റെ ചുമലിൽ പില്ലാങ്കുഴലെന്തും ഇടങ്കരം വെച്ചു പൊന്മോതിരം മിന്നും ബലം തൃക്കരതാനിനാൽ ചെന്തണ്ടലർ പൂമൊട്ടൊന്നു മെല്ലെ മെല്ലെ ചുഴറ്റിയും തങ്ങളെ തന്നെ തൃക്കൺ പാർത്തരുളും നീരജാക്ഷനെ. ദൂരത്ത് നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ മാത്രം നോക്കിയിട്ടാണ് അർത്ഥം. മെല്ലെ മെല്ലെ ചുഴറ്റിയും തങ്ങളെ തന്നെ തൃക്കൺ പാർത്തരുളും നീരജാക്ഷനെ താമരതളനയനനെ. കേട്ടുകേട്ടുള്ളിൽ നന്നായി വിളങ്ങും അവിതിലെത്രയോ മീതേയാം ഭഗവാൻ എൻ കൺമുന്നിൽ നേരിട്ടു കാണുകയാൽ. ഓരോരുത്തരും പറയാം, പറഞ്ഞു കേട്ടതൊന്നും അല്ല സത്യം, അതിനേക്കാൾ എത്രയോ മേലെയാണ് ഭഗവാൻ അല്ലേ. വിളങ്ങുവതിൽ കേട്ടു ഉള്ളിൽ നന്നായി വിളങ്ങുവതിൽ എത്രയോ മീതയാം ഭഗവാൻ എൻ കൺമുന്നിൽ നേരിട്ടു കാണുകയാൽ. സർവതാപങ്ങളും നീങ്ങി, ഏതെല്ലാം തരത്തിലുള്ള ദുഃഖങ്ങളുണ്ടോ അതെല്ലാം നീങ്ങി. സർവതാപങ്ങളും നീങ്ങി വിലസി വിപ്രപത്നികൾ പരമാത്മാവിൽ മുട്ടിയിടും ചിത്തവൃത്തികൾ പോലവേ. പരമാത്മാവിൽ മുട്ടിയിടും ചിത്തവൃത്തികൾ പോലവേ. മറ്റുള്ള വാഞ്ചയൊട്ടാകെ വിട്ടെറിഞ്ഞ് അമ്പോട് ഈ വിധം തന്നെ താൻ കാണുവാൻ വന്നോരവരോട് ചിരിച്ചുടൻ. എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി എന്നെ കാണണമെന്നുള്ള കൗതൂഹലം കൊണ്ട് ഓടി വന്നിട്ടുള്ളവരാണ് ഇവരെന്ന് ഭഗവാന് അക്ഷരം പ്രതി മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റുള്ള വാഞ്ചയൊട്ടാകെ, യജ്ഞം യാഗം അതിൽ എന്താ കിട്ടും ഒന്നും പ്രശ്നമല്ല അവർക്ക്. എന്ത് നഷ്ടം വരും അതും പ്രശ്നമല്ല. ഇനി പോയ അച്ഛനോ ഭർത്താവോ ഈ രണ്ട് പടച്ച അതും കൊള്ളും. അതിനേക്കാൾ മേലെയാണ് ഇവിടുത്തെ സന്തോഷം, ആത്മാനുഭൂതി, ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം എന്നൊക്കെ പറയും. മറ്റുള്ള വാഞ്ചയൊട്ടാകെ വിട്ടെറിഞ്ഞ് അമ്പോട് സ്നേഹം കൊണ്ട് ഈ വിധം തന്നെ താൻ കാണുവാൻ വന്നൊരവരോട് ചിരിച്ചുടൻ ചൊല്ലിനാൻ. ഭാഗ്യവതികൾ നിങ്ങൾ അന്തർജനങ്ങളെ. അതായത് അന്തർജനങ്ങളെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ താമരശ്ശേരിയുടെ കേട്ടോ, ബ്രാഹ്മണ പത്നിമാരേത് പറഞ്ഞാൽ മതി, പക്ഷെ അദ്ദേഹം ഇരിക്കട്ടെ അന്തർജനങ്ങളെ. പിന്നെ അല്ലെങ്കിൽ കേരളത്തിൽ എന്നുള്ള അർത്ഥത്തിൽ അല്ല, അദ്ദേഹത്തിനിപ്പോൾ അന്തർജനങ്ങളെന്ന് അല്ലേ, കേരളത്തിലത്തെ ബ്രാഹ്മണരൊന്നും അല്ലല്ലോ, തമിഴരൊന്നും അല്ലല്ലോ, എന്തോട്ടെ. അപ്പോൾ സ്വാധീനം എത്രയായാലും ഉണ്ടാവുമല്ലോ, അത് വേറെ കാര്യം. അപ്പം ഇനിയും കുറച്ച് മുമ്പ് പറഞ്ഞുവല്ലോ, നന്മ മാത്രം നോക്കിയാൽ മതി നമ്മൾ. അപ്പോൾ ചൊല്ലിനാൻ ഭാഗ്യവതികൾ നിങ്ങൾ അന്തർജനങ്ങളെ. അന്തപ്പുരത്തിലുള്ളവരെ നിർത്താൽ മതി, എന്നാൽ പിന്നെ ഈ പ്രശ്നങ്ങളിൽ. ഞാൻ ഈ കേരളത്തിൽ കുറച്ച് ഇവരെ അറിയും ഞാൻ, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഈ ചെയ്ത പുണ്യസൽക്കാരം മറക്കില്ല ഒരു കാലവും. ഇപ്പം എന്താ മനസ്സിലായത്? ഭഗവാന് അറിഞ്ഞ് നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെച്ചം നമ്മളെ വിട്ട് പോവില്ല. അതിൻ്റെ ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞില്ലേ, എൻ്റെ ആദ്യ സപ്താഹത്തിന് മുന്നേ ഞാൻ ദൈവതുല്യം അവരോധിച്ചുള്ള എൻ്റെ ഗുരുനാഥൻ്റെ ഒരു പിറന്നാൾ ഞാൻ അതിഗംഭീരമായിട്ട് കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈശ്വരയരും എനിക്ക് വേണ്ട ആളാണ്. അന്ന് എനിക്കില്ലാത്ത പുരാതില്ല. കമ്മിറ്റിക്കാർ വന്നില്ല, ആന ചേന, അവർക്ക് ഇൻവിറ്റേഷൻ മോശമായി.
പക്ഷെ ഈശ്വര സാക്ഷാത്കാരം ചെയ്യണ സമയത്ത് കമ്മിറ്റി എവിടെ വരണപ്പാ? ഞാനതാ ചോദിക്കേണ്ടത്. എനിക്ക് അതൊരു പ്രശ്നമല്ല. അപ്പം ഇവിടെ പറയണു, ഭാഗ്യവതികൾ നിങ്ങൾ അന്തർജനങ്ങളെ ഈ ചെയ്ത പുണ്യസൽക്കാരം മറക്കിൽ ഒരു കാലവും പ്രതിബന്ധങ്ങളൊട്ടേതും വകവയ്ക്കാതെ ഈ വിധം വന്നണഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷം അളവറ്റതാം. ഭഗവാൻ പറയാണ്, ബലരാമനും കൂടിയിട്ടാണ് പറഞ്ഞത്. പ്രതിബന്ധങ്ങൾ ഏതും വകവയ്ക്കാതെ ഈ വിധം. അപ്പം ഇതൊക്കെ അദ്ദേഹം ത്രികാലജ്ഞാനാണ്. അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ലല്ലോ. ആരാ തടുത്തത്, അവരെന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാലോ. അപ്പോൾ ബ്രാഹ്മണ സ്ത്രീകളോട് പോണ്ടാന്ന് പറഞ്ഞത് എങ്ങനെ അദ്ദേഹം അറിഞ്ഞത്? ഇവിടെ വന്ന് പറയാനുള്ള സമയം കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാം അറിയുന്ന ഭഗവാനോട് നമ്മൾ എനിക്കത് വേണം ഇത് വേണമെന്ന് പറയുന്നത് ചീപ്പല്ലേ? പ്രതിബന്ധങ്ങളൊക്കെ ഒട്ടേതും വകവയ്ക്കാതെ ഈ വിധം വന്നണഞ്ഞ് അതിൽ ഞങ്ങൾക്ക് സന്തോഷം അളവറ്റതാം. ഇനി ബാക്കിയുള്ളത് നാളെ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.